ഹായ്, എല്ലാവർക്കും നമസ്കാരം. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശം നൽകിക്കൊണ്ട് വീണ്ടും ഇതാ ഒരു ക്രിസ്മസ് ആഗതമായിരിക്കുന്നു. ക്രിസ്മസ് എന്നാൽ നമ്മുടെയൊക്കെ മനസ്സിൽ ഓടിയെത്തുന്നത് കേക്കാണ്. ബന്ധുമിത്രാദികളുടെ അടുത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുന്ന മധുരം ഈ കേക്കാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അത് എങ്ങനെ ചെയ്യുന്നതെന്ന് കാണാം. അപ്പോൾ ഞാനിന്ന് കേക്ക് ഉണ്ടാക്കുന്നത് അമൃതം പൊടി വെച്ചാണ്. ഇത് കിട്ടാത്തവർ മൈദയോ ഗോതമ്പ് പൊടിയോ എടുത്താലും മതി. 1.5 കപ്പ് അമൃതം പൊടി ഞാൻ അളന്നെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. ഇത് ഞാൻ അളന്നെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അത് നമുക്ക് ഇതിലേക്ക് ഇടാം. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതും ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. പിന്നെ വേണ്ടത് 1 നുള്ള് ഉപ്പ്. പിന്നെ നമുക്ക് വേണ്ടത് കറയാമ്പൂ ആണ്. 2 കറയാമ്പൂ പഞ്ചസാരയുടെ കൂടെ പൊടിക്കുക, അല്ലെങ്കിൽ പൊടി ഉണ്ടെങ്കിൽ കുറച്ച് ഒരു നുള്ളെന്ന് പറയാം. ഇവിടെ ഇട്ട് നമുക്കിത് നല്ലപോലെ ഒരു 3 പ്രാവശ്യമെങ്കിലും നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അങ്ങനെ 3 പ്രാവശ്യം നമുക്കിത് അരിച്ചെടുക്കാം. 3 പ്രാവശ്യം അരിച്ചെടുത്ത മാവ് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ പാത്രത്തിലാണ് ഞാൻ ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇച്ചിരി ഓയിൽ ഒഴിച്ച് ഒരു ബട്ടർ പേപ്പർ ഇട്ട് വയ്ക്കാം. ആദ്യം നമുക്കിത് എല്ലായിടത്തും ബട്ടർ പേപ്പർ നമുക്ക് ഇതിലേക്ക് ഇട്ട് ആദ്യം ഒന്ന് ഇട്ടിട്ട് ഒന്ന് മറിച്ചിട്ട് വരും. അപ്പോൾ എല്ലായിടത്തും ഓയിലായിട്ടുണ്ടാവും. എപ്പോഴും കേക്കൊന്നും ഞാൻ ചെയ്യാറില്ല, അതുകൊണ്ട് അതിൻ്റേതായ ഒരു പ്രാക്ടീസ് കുറവുണ്ടാവും. ഇരിക്കട്ടെ. നമുക്കൊരു 3/4 കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിൽ ഒട്ടും വെള്ളമയം ഉണ്ടായിരിക്കരുത്. പൊടിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 4 മുട്ട ബീറ്റ് ചെയ്തെടുക്കണം. അതും നമുക്ക് മിക്സിയുടെ ജാറിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഇതിലേക്ക് പഞ്ചസാര കുറച്ച് ആഡ് ചെയ്തു. പൊടിച്ചെടുത്ത പഞ്ചസാര മൊത്തം ഞാൻ ഇതിലേക്ക് ഇട്ട് അടിച്ചെടുക്കുകയാണ്. നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഒരു 3/4 കപ്പ് സൺഫ്ലവർ ഓയിൽ. ഇതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസ് ഒഴിച്ചു. ഇതിലേക്ക് പൊടികൾ മിക്സ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കും. അപ്പോൾ 4 മുട്ട, ഒരു 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചത്, പിന്നെ 3/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, 1 ടീസ്പൂൺ വനില എസൻസ്, ഇതെല്ലാം കൂടി മിക്സിയിൽ അടിച്ചെടുത്ത മിക്സാണിത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരുന്ന പൊടി, അതായത് അമൃതം പൊടി 1.5 കപ്പും
1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഒരു നുള്ളു ഉപ്പ്, പിന്നെ ഒരു നുള്ളു കറയാമ്പൂ പൊടിച്ചത്. കറയാമ്പൂവിൻ്റെ പൊടി ഇല്ലാത്തവർ പഞ്ചസാര പൊടിക്കുന്ന കൂട്ടത്തിൽ 2 കറയാമ്പൂ ഇട്ട് പൊടിച്ചെടുത്താൽ മതി. പൊടിയുള്ളവർ ഇതിൻ്റെ കൂടെ തന്നെ പൊടിയിട്ട് അരിച്ചെടുത്താൽ മതി. നമുക്ക് ഈ പൊടി കുറേശ്ശെ കട്ടയില്ലാണ്ട് ഇതിൽ മിക്സ് ചെയ്തിടും. ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയായിരുന്നു നേരത്തെ. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ഓർത്ത് വന്ന ഈ കേക്കിൻ്റെ റെസിപ്പി ഒന്ന് ചെയ്തേക്കാൻ. നമുക്ക് ബാക്കി പൊടികളും കൂടി ഇതിലേക്ക് ഇടും. ഇതിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ കറക്റ്റാണ്. നമുക്ക് ഇച്ചിരി കട്ടി കൂടുതലെങ്ങാനും തോന്നുവാണെങ്കിൽ ഒരു ഇച്ചിരി 2 ടീസ്പൂണോ 1 ടേബിൾ സ്പൂണോ വല്ല പാലോ എന്തെങ്കിലും ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ കറക്റ്റാണ്. ഈ സൺഫ്ലവർ ഓയിൽ കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും ബാക്കി ഇച്ചിരി പാലും കൂടി ഒഴിച്ചുകൊണ്ട് ഇതിനെ ഈ പരുവത്തിലാക്കി എടുക്കാവുന്നതാണ്. കട്ടയില്ലാതെ എല്ലാം മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ എണ്ണ തടവി വെച്ചിരുന്ന ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ചെറിയായിട്ട് വരുന്നത്. നമുക്കൊന്ന് എയർ ബബിൾസ് കളയാനായിട്ട് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. നമുക്കിതിൻ്റെ മുകളിലേക്ക് അല്പം ഉണക്കമുന്തിരി അണ്ടിപ്പരിപ്പ് വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യും. നമ്മുടെ കേക്ക് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്താൽ മാത്രം മതി. നമുക്കിത് കൊണ്ടുപോയി ബേക്ക് ചെയ്യാൻ വയ്ക്കാം. ഞാനിന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടി എയർ ഫ്രയറിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എയർ ഫ്രയർ പ്രീ ഹീറ്റ് ചെയ്തിട്ട് വരാം. ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത എയർ ഫ്രയറിൽ ബേക്ക് എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്ത് 180 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ് നേരം നമുക്ക് ഇത് സെറ്റ് ചെയ്യാം. നമ്മൾ കേക്ക് ഇതിൽ വെച്ച് അത് സെറ്റാക്കാം. 1 സെക്കൻഡ് വെച്ചിട്ട് നോക്കാം. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അത്ര പെർഫെക്റ്റ് ആയെന്ന് പറയില്ല. ബേക്കിങ്ങിൽ ഇച്ചിരി പാളിച്ച പറ്റിയിട്ടുണ്ട്. ബേക്ക് ചെയ്യാനായിട്ട് എടുത്ത സമയം ഇച്ചിരി വ്യത്യാസം വന്നു. ഇത് വെച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ അത് വെന്തിട്ടില്ലായിരുന്നു. പിന്നെ രണ്ടാമത് പിന്നെ ഒന്നുകൂടി 2 പ്രാവശ്യം 10 മിനിറ്റ് വീതം കൂടി വെച്ച് കഴിഞ്ഞാൽ പിന്നെയാണ് ഈ പരുവത്തിൽ കിട്ടിയത്. ഞാൻ ബേക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷം കറണ്ട് പോയി 2 പ്രാവശ്യം. അതാണ് ബേക്കിങ്ങിൽ പറ്റിയ പാളിച്ച. ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമുക്കിത് ഉള്ളൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇതാ ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്കൊന്ന്. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക് യു.